ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വിത്തുകൾ. അതിൽ തന്നെ പംകിൻ സീഡ്, മത്തൻ്റെ കുരു, പെപ്പിറ്റാസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ പോഷണ സമ്പുഷ്ടതയാണ്. പ്രോട്ടീൻ ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫാറ്റിൻ്റെ ഒരു കണ്ടൻറ്റ് കൂടി ഈ വിത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റും ഇതിനകത്ത് ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മാഗ്നീഷ്യവും സിങ്കും അയണും ഇതിനകത്ത് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ജനറലായിട്ട് ആരോഗ്യത്തിനെ ഇത് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പംകിൻ സീഡ് വളരെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഹൃദയ ആരോഗ്യമാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ ഗുണപ്രദമാകുന്നത് ഇതിനകത്തുള്ള മാഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൊണ്ടാണ്. മാഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് കൂടുതൽ റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി ഇതിന് കഴിയും. നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചീത്ത കൊഴുപ്പിൻ്റെ അല്ലെങ്കിൽ LDLൻ്റെ ഓക്സീകരണം കുറക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. മൂന്നാമതായിട്ട് പറയാനുള്ളത് പ്രതിരോധശേഷിയാണ്. പ്രതിരോധശേഷി കൂടുന്നത് ഇതിനകത്തുള്ള സിങ്കിൻ്റെ കണ്ടൻറ്റ് കൊണ്ടാണ്. സിങ്ക് നമ്മൾ പറയുന്ന പോലെ ഇൻഫെക്ഷൻ എപ്പോഴും ചെറുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ്. അതുകൂടാതെ തന്നെ വൂണ്ട് ഹീലിംഗ്, മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ സഹായിക്കാനും സിങ്ക് ആവശ്യമാണ്. ആവശ്യത്തിനുള്ള സിങ്കും നമുക്ക് ഈ പറയുന്ന മത്തൻ കുരുവിൽ നിന്ന് കിട്ടും. ഇനി ഇതൊരു ദഹന സഹായിയാണ്. ദഹന സഹായിയാകുന്നത് ഇതിനകത്തുള്ള ഫൈബറിൻ്റെ, നാരുകളുടെ അളവ് കൊണ്ടാണ്. ധാരാളം നാരുകൾ അടങ്ങിയതുകൊണ്ട് തന്നെ ദഹനം ശരിയായി നടക്കാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കും. ഉറക്കവും മാനസികമായിട്ട് ഉല്ലാസവും ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് ഉറങ്ങാൻ സഹായിക്കാനും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം ഉണ്ടാക്കാനൊക്കെ ഈ മത്തൻ സീഡ് നമ്മളെ സഹായിക്കാനുള്ള സാധ്യത കൂടും. ഇനി അടുത്തൊരു ഘടകമാണ് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് ഉള്ളവർക്കും അല്ലെങ്കിൽ മൂത്രസഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട തകരാറുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു വലിയൊരു ബൂണാണ്, ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡയബറ്റീസുകാർക്ക് ഇത് വളരെ ഗുണപ്രദമാകുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നല്ല ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടും അതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് പെട്ടെന്ന് തന്നെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ഭക്ഷണം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. നല്ല ഫാറ്റ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടി ചേർന്നാൽ ഡയബറ്റീസിന് ഇത് അത്യുത്തമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ആരൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല? ബ്ലോട്ടിംഗ് ഉള്ള ആൾക്കാർ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്ത് വരുന്ന പ്രശ്നമുള്ള ആൾക്കാർ ഇത് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇതിനോട് അലർജിയുള്ള ആൾക്കാരുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലോ അതുപോലെയുള്ള അസ്വസ്ഥതകൾ വരുന്ന ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടി പാടില്ല. ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ തീരെ കുറഞ്ഞ ആൾക്കാർക്കും ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഇതിനകത്തുള്ള ചില കണ്ടൻറ്റുകൾ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഓക്സാലേറ്റിൻ്റെ അളവ് ഇതിനകത്ത് ധാരാളമായിട്ടുള്ളത് കൊണ്ട് കിഡ്നി സ്റ്റോൺ റിക്കറൻ്റ് ആയിട്ട് വരുന്ന, സ്ഥിരമായി വരുന്ന ആൾക്കാരും ഇത് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്.